ലൈവ് അപ്ഡേറ്റ്സിലേക്കാണ് പോകുന്നത്. ഒരു ഫിസിക്കൽ ടാസ്ക് ആയിരുന്നു ലൈവിനകത്ത്. 3 പേരടങ്ങുന്ന 7 ടീമുകളായിട്ട് എല്ലാവരും തിരിഞ്ഞു. 3 പേരിൽ ഒരാള് തൊപ്പി വെക്കണം. ടീം ക്യാപ്റ്റൻ ആണ് തൊപ്പി വെക്കേണ്ടത്. ബാക്കി 2 പേര് അവരുടെ ടീമിന്റെ തൊപ്പി സംരക്ഷിക്കുകയും വേറെ ടീമിന്റെ തൊപ്പി എടുക്കുകയും ചെയ്യണം. അവരാണ് സഹായികൾ. അപ്പൊ ഇതാണ് ഈ ഒരു ടാസ്ക്. ഈ ടാസ്കിൽ വിജയിക്കുന്നവർക്ക് ഭയങ്കരമായ രീതിയിലുള്ള ഇതുവരെ ഒരു സീസണിലും കൊടുത്തിട്ടില്ലാത്തത് പോലത്തെയുള്ള സൂപ്പർ പവേഴ്സ് ഒക്കെയാണ് ബിഗ് ബോസ് കൊടുക്കുന്നത്. അതിലേക്കൊക്കെ നമുക്ക് വരാം. അപ്പൊ ഇവരൊക്കെ ആയിരുന്നു ടീംസ്. ടീം 1 ലക്ഷ്മി, ജിഷിൻ, നെവിൻ. ടീം 2 അക്ബർ, രേണു, ഷാനവാസ്. ടീം 3 ജിസേൽ, അനുമോൾ, ശൈത്യ. ടീം 4 മസ്താനി, റന ഫാത്തിമ, ആര്യൻ. ടീം 5 ശരത്ത്, അനീഷ്, സാബുമാൻ. ടീം 6 ബിന്നി, നൂറ, അഭിലാഷ്. ടീം 7 ആദില, ഒനീല്, പ്രവീൺ. ഇവരായിരുന്നു ടീംസ്. ഓരോ ടീമുകളുടെ ക്യാപ്റ്റനെ ഡിസൈഡ് ചെയ്യണമെന്ന് പറഞ്ഞു. ഓരോ ടീമിനും ക്യാപ്റ്റൻ ഉണ്ടായിരുന്നു. ക്യാപ്റ്റനാണ് തൊപ്പി വെച്ചോണ്ട് ആ വഴി ഓടി നടന്ന് ടാസ്ക് ചെയ്യേണ്ടത്. അപ്പൊ ഈ ഒരു ടാസ്ക് തുടങ്ങി ജസ്റ്റ് ഒരു 3-4 റൗണ്ട് ഓടിയത് രേണുവിന് എന്തോ ഒരു പരിക്ക് സംഭവിക്കുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. എന്റെ മെഡിക്കൽ റൂമിലേക്ക് കൊണ്ടുപോകുന്നുണ്ട്. ലൈവിൽ അത് വ്യക്തമായിട്ട് എന്താണ് സംഭവം എന്നുള്ളത് കാണിച്ചിട്ടില്ല. ശ്വാസം മുട്ടിക്കരുത് എന്ന് ബിഗ് ബോസ് അനൗൺസ് ചെയ്തിട്ടുണ്ടായിരുന്നു. എനിക്ക് തോന്നുന്നു ആരോ ശ്വാസം മുട്ടിച്ചെന്ന് തോന്നുന്നു. ഒരു പിടിവലിയില് ശ്വാസം മുട്ടിയിട്ടുണ്ടാവാം. അപ്പൊ ഈ പേരും പറഞ്ഞ് അപ്പാനി ലക്ഷ്മിയുടെ അടുത്ത് ഇങ്ങനെ ദേഷ്യപ്പെടുന്നുണ്ട്, കയർക്കുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. പിന്നെ അനീഷ് അവിടെ ബ്ലാങ്കറ്റിന്റെ ഇടയിൽ കയറി ഇരിക്കുന്നുണ്ട്. അതിന്റെ ഒരു ആഫ്റ്റർ എഫക്റ്റ് ആയിട്ടായിരിക്കണം പുള്ളിക്ക് ശ്വാസം മുട്ടുന്നുണ്ട്. നെവിൻ പോയി ഒളിച്ചിരിപ്പുണ്ടായിരുന്നു ബെഡിന്റെ ഇടയിൽ. ഇതൊക്കെയായിരുന്നു ലൈവിനകത്ത്. ഫിസിക്കൽ ടാസ്ക് എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും ഒരു ആവേശമാണ്. എല്ലാവരും ഉറങ്ങിക്കിടന്ന പലരും അവിടെ ഉണർന്ന് ടാസ്ക് കളിക്കുന്ന ഒരു കാഴ്ചയാണ് കണ്ടത്. അപ്പൊ ഇതാണ് ലൈവിനകത്ത് നടന്നത്. ഓരോ ഇഞ്ചുറീസും കാര്യങ്ങളും ഒക്കെ ആയിട്ട് ഫിസിക്കൽ അഗ്രഷൻ പാടില്ല എന്ന് ബിഗ് ബോസ് പറഞ്ഞിട്ട് പോലും അവിടെ ഫിസിക്കൽ അഗ്രഷൻ കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. ഒരു ടാസ്ക് കിട്ടിക്കഴിഞ്ഞാൽ ടാസ്കിൻ്റെതായ ഒരു മര്യാദയ്ക്ക് അങ്ങ് ചെയ്താൽ പോരെ. ഷാനവാസിന്റെ കൈ മുറിഞ്ഞു. അപ്പോൾ ഈ രീതിയിലുള്ള ഫിസിക്കൽ അഗ്രഷൻ ആണ് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. കണ്ടു തന്നെ അറിയാം എന്താണ് സംഭവിക്കാൻ പോകുന്നത്. കൂടുതൽ അപ്ഡേറ്റ്സുമായിട്ട് നമുക്ക് വീണ്ടും കാണാം.